നമസ്കാരം. ലോകായുക്തയുടെ ചിറകരിഞ്ഞ ജനവിരുദ്ധ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കെ BJP കേരളത്തിൽ ഇനി ഏത് വായ കൊണ്ട് ജനത്തോട് വോട്ട് ചോദിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമാവുകയാണ്. ലോകായുക്തയുടെ കഴുത്തറക്കുന്ന ബില്ലുണ്ടാക്കി പിണറായി സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയത് ഏത് സാഹചര്യത്തിലായിരുന്നു എന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷം ജനത്തിനറിയുന്ന വസ്തുതയാണ്. സർക്കാരിനെതിരെ നിലവിൽ ലോകായുക്തയിൽ നിൽക്കുന്ന ചില കേസുകൾ ശക്തമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നിയമ ഭേദഗതി പിണറായി സർക്കാർ കൊണ്ടുവരുന്നത്. അഴിമതി തെളിഞ്ഞാലും സർക്കാരിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വിധി നടത്തിപ്പ് എന്നത് ലോകായുക്തയെ നോക്കുകുത്തിയാക്കുമെന്നായിരുന്നു മുഖ്യമായും ഇതിനെതിരെ നിലപാടെടുക്കാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്. ലോകായുക്തയുടെ നിയമ ഭേദഗതി ഒരു ചെറിയ വിഷയമായി കാണാൻ ആർക്കുമാവില്ല. ലോകായുക്തയുടെ കഴുത്തറക്കുന്ന ബില്ലുണ്ടാക്കി പിണറായി സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച് ഗവർണർ ഒപ്പിടാഞ്ഞതിനെ തുടർന്ന് ഗവർണർ തന്നെ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. അതിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്, അംഗീകാരം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിശദീകരണം. ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുക എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതി അംഗീകരിച്ചതോടെ പിണറായി സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ നടക്കുമെന്നും ഉറപ്പായി. രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയത് ഗവർണർക്കും പ്രതിപക്ഷത്തിനും തിരിച്ചടിയാവുക മാത്രമല്ല, കേരളത്തിലെ ജനതയ്ക്ക് മുമ്പിൽ പല ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ വിശ്വാസമർപ്പിക്കുന്ന ജനത്തിന് വിശ്വസിക്കാനാവാത്ത സംഭവമാണിത്. പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ബലപ്പെടുകയാണ് ഇവിടെ. എന്താണ് ആ ബാന്ധവ രഹസ്യം? കേരള ജനതയോട് BJP മറുപടി പറയേണ്ട ചോദ്യമാണിത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഉയർന്ന നിരവധി അഴിമതി കഥകൾ, ഇതെല്ലാം അന്വേഷിക്കാനെത്തിയ കേന്ദ്ര ഏജൻസികൾ സത്യത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നു. മറ്റ് ഏത് സംസ്ഥാനത്തും BJPക്ക് ഇല്ലാത്ത ഒരു രഹസ്യ ബന്ധം പിണറായിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഉണ്ടോ എന്ന സംശയമാണ് ഇവിടെ ഉയരുന്നത്. ലാവ്ലിൻ സ്വർണ്ണക്കടത്ത്, നിരവധി കേന്ദ്ര നിയമങ്ങളുടെ ലംഘനം, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരെ ഉണ്ടായ SFIO അന്വേഷണം വരെ മുഴുനീള പട്ടികയാണ് ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉയർത്തുന്നത്. എല്ലാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയും പോലെയെങ്കിൽ, CPM-നെ സംരക്ഷിക്കാനായിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിൽ BJP? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് BJP മാറുന്ന സ്ഥിതിയെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ എന്തിന് സ്ഥാനാർത്ഥികളെ നിർത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു? ലോകായുക്തയുടെ അധികാരത്തിൽ വെള്ളം ചേർക്കാനായി പിണറായി സർക്കാർ നിയമ ഭേദഗതിക്കൊരുങ്ങുമ്പോൾ മുതൽ ജനങ്ങൾ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നതാണ്. ലോകായുക്തയുടെ വിധി സർക്കാരിന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ അധികാരം നൽകുന്നത് അടക്കമുള്ള നിയമ ഭേദഗതികൾക്ക് BJPയുടെ അനുമതിയില്ലാതെ എങ്ങനെ അംഗീകാരം ലഭിക്കും? നേരത്തെ അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് വിധിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടായിരുന്നു. ഇത്തരം വിധി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരി ആരാണോ അവർക്ക് നൽകണമെന്നാണ് നിലവിലെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ബന്ധപ്പെട്ട അധികാരി അംഗീകരിക്കണമെന്നതാണ് വ്യവസ്ഥ. എന്നതിൽ മാറ്റം വരുത്തി ഇത്തരം വിധിയിൽ അധികാര സ്ഥാനത്തുള്ളയാളിന് ഒരു ഹിയറിംഗ് കൂടി നടത്തി വിധി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നാണ് ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. പൊതുപ്രവർത്തകരുടെ അഴിമതി അന്വേഷിക്കാനും ഇതു സംബന്ധിച്ച കേസുകൾ വിചാരണ ചെയ്യാനുമാണ് 1998 സംസ്ഥാനങ്ങളിൽ ലോകായുക്ത സ്ഥാപിച്ചത്. പല കേസുകളിലും ലോകായുക്ത വിധികൾക്ക് നിലവിൽ തന്നെ ശുപാർശ സ്വഭാവമേയുള്ളൂ. ഉള്ളതിൽ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു അഴിമതിയുടെ അന്വേഷണവും കുറ്റം തെളിഞ്ഞാൽ അവർ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരവും. പുതിയ ഭേദഗതിയോടെ ഈ അധികാരവും ലോകായുക്തയ്ക്ക് നഷ്ടമായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അണ്ണൻ തമ്പി ബന്ധമുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുന്നത്. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി
നൽകിയതോടെ കേരളത്തിലെ അഴിമതി നിരോധന സംവിധാനത്തിന്റെ നടുവൊടിഞ്ഞുവെന്നും വി.ഡി. സതീശൻ പറയുന്നു. മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും എതിരായ അഴിമതി അന്വേഷിക്കണമെങ്കിൽ മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയുള്ള 17A വകുപ്പ് കേന്ദ്ര സർക്കാർ കൂട്ടിച്ചേർത്തതോടെ അഴിമതി നിരോധന നിയമം ദുർബലമായി. ഇതിനു പിറകെയാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച ലോകായുക്തയെ ദുർബലപ്പെടുത്തുന്ന ഭേദഗതി കേരള സർക്കാർ കൊണ്ടുവന്നത്. നവംബർ 28-ന് രാഷ്ട്രപതിക്ക് അയച്ച ബിൽ ഇത്രയും വേഗത്തിൽ പാസാക്കി തിരിച്ചയച്ചത് തന്നെ അത്ഭുതകരമാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു അണ്ണൻ തമ്പി ബന്ധം ഇപ്പോഴുമുണ്ട് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നു. അഴിമതി വിരുദ്ധ സംവിധാനം ഇല്ലാതാക്കുന്നതിൽ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ CPM-നും കേന്ദ്രത്തിലെ സംഘപരിവാറുമായി ഐക്യമുണ്ടെന്നത് വ്യക്തമാക്കുന്നതാണ് ലോകായുക്ത ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്ന സംഭവം. കേരളത്തിലെ CPM കേന്ദ്രത്തിലെ BJP സർക്കാരിന് മേൽ വമ്പൻ സമ്മർദ്ദം ചെലുത്തിയാണ് രാഷ്ട്രപതിയുടെ അനുമതി വാങ്ങിയതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചിരിക്കുന്നു. നന്ദി.